ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം നൽകുന്ന വചനം ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 4-ാമത്തെ തിരുവചനമാണ്. ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 4-ാം തിരുവചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവിൻ്റെ സഹായം തേടാൻ യൂദാ നിവാസികൾ ഒരുമിച്ച് കൂടി. അവർ കർത്താവിനെ അന്വേഷിച്ച് യൂദയായിലെ എല്ലാ നഗരങ്ങളിൽ നിന്നും വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ചിന്തിക്കാൻ വേണ്ടി, ധ്യാനിക്കാൻ വേണ്ടി പുതിയ ഒരു അഭിഷേകത്തിലേക്ക് ഈ സമൂഹം മുഴുവനും ഞാൻ നിങ്ങൾ പ്രവേശിക്കാൻ വേണ്ടി ദൈവം നമുക്ക് നൽകുന്ന പ്രത്യേകതയുള്ള ഒരു വചനമാണ് ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 4-ാം തിരുവചനം. ആ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ എല്ലാ വ്യക്തികളുടെ ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് ആഗ്രഹിച്ച് വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഏറ്റവും ഉയർന്ന സ്വരത്തിൽ ഒന്ന് പറയാമോ? ഹല്ലേലൂയ എന്ന്. ഹല്ലേലൂയ. ദിനവൃത്താന്തം 2-ാം പുസ്തകം 20-ാം അധ്യായം 4-ാമത്തെ വചനം നമ്മൾ വായിച്ചു കേട്ടതാ. അവിടെ വചനം പറയുക, യൂദാ നിവാസികൾ ഒരുമിച്ച് കൂടി എന്നാണ് വചനം പഠിപ്പിക്കുക. ആര് ഒരുമിച്ച് കൂടി? യൂദാ നിവാസികൾ ഒരുമിച്ച് കൂടി. ഇന്ന് ഈ നിൽക്കുന്ന ഞാൻ നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇന്ന് താബോറാകുന്ന ഈ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് യൂദാ നിവാസികൾ ഒരുമിച്ച് കൂടിയതുപോലെ. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. യൂദാ നിവാസികൾ എന്തിനു വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയത് എന്ന് ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 4-ാമത്തെ തിരുവചനം പഠിപ്പിക്കുന്നു. വചനം പറയുക, യൂദാ നിവാസികൾ ഒരുമിച്ച് കൂടിയത് കർത്താവിൻ്റെ സഹായം തേടാൻ വേണ്ടിയാണ്. ആ വാക്കൊന്ന് പറയാമോ? എന്തിനു വേണ്ടിയാണ്? കർത്താവിന്റെ സഹായം തേടാൻ. ഒന്നും എടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്ത് പറഞ്ഞ് എന്തിനു വേണ്ടിയാണ് യൂദാ നിവാസികൾ ഒരുമിച്ച് കൂടിയത്? കർത്താവിൻ്റെ സഹായം തേടാൻ വേണ്ടിയാണ്. വലുതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ആ വചനത്തിൻ്റെ ആ ഭാഗം മാത്രം ഒന്ന് സ്വരമുയർത്തി പറഞ്ഞ് കർത്താവിൻ്റെ സഹായം തേടുവാൻ വേണ്ടിയാണ്. യൂദാ നിവാസിൽ ഒരുമിച്ച് കൂടിയത് ആ ജനത്തിനറിയാം, ജീവിതത്തിലേക്ക് ഒരു സഹായം കടന്നു വരണമെങ്കിൽ ആരുടെ മുമ്പിൽ ചെന്ന് നിൽക്കണം? ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കണം. ആ വാക്കത്ത് പറഞ്ഞ് ആരുടെ മുമ്പിൽ നിൽക്കണം? ദൈവത്തിന്റെ മുമ്പിൽ. ഈ നിൽക്കുന്ന ഞാൻ നിങ്ങളും പല മനുഷ്യന്റെ മുമ്പിലും പോയി നിൽക്കാറുണ്ട് ഏതെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി. പക്ഷേ ഒരു മനുഷ്യൻ പോയി നിൽക്കേണ്ടത് ദൈവത്തിന്റെ മുമ്പിലാണ്. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. അതായത് യൂദാ നിവാസികളിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ ആത്മാവിന്റെ ഈ അഭിഷേകം ഈ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും വെളിപ്പെടണം. ഒരു മേഖലയിൽ സഹായം ലഭിക്കണമെങ്കിൽ, സഹായം കിട്ടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി സഹായം തേടി പോകേണ്ടത് ദൈവത്തിന്റെ അടുക്കൽ. ഒന്ന് കരമുയർത്തി സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അനേകം വർഷങ്ങളായി നന്നായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലേ? ഒന്ന് കരമുയർത്തി ദൈവമേ എന്ന് വിളിക്കാൻ പറ്റുന്നില്ലേ? മുട്ടുമേ നിന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ? ഒരു ഉപവാസമോ ഒരു നോമ്പോ എടുക്കാൻ സാധിക്കാത്ത വ്യക്തിയാണ്. ആത്മീയ മേഖലയിൽ സഹായം തേടി ഒരു വ്യക്തി ആരുടെ മുമ്പിൽ ചെന്ന് നിൽക്കണം? ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കണം. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. അനവധി വർഷങ്ങളായി ഏതെങ്കിലും മേഖലയിൽ തടസ്സങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ്. വിവാഹ തടസ്സമാകാം, ജോലി മേഖല തടസ്സമാകാം, വസ്തുവിൽപ്പനയുടെ തടസ്സമാകാം. ഇതിന് അനവധി വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുടുംബമാകാം. ദൈവമേ, സ്വന്തമായ ഒരു ഭവനമുണ്ടാകണം. സ്വന്തമായ ഒരു ഭവനമുണ്ടാകണമെങ്കിൽ ഈ വ്യക്തി
സഹായത്തിന് വേണ്ടി പോയി നിൽക്കേണ്ടത് ദൈവത്തിന്റെ മുമ്പിൽ. ഒന്ന് കരമയത്തി പറഞ്ഞ് ഹല്ലേലൂയാന്ന്. ആഗ്രഹമുണ്ട്. അനേകം വ്യക്തികൾ പറഞ്ഞ് ഞാൻ കേൾക്കാറുള്ള കാര്യം വാച്ചാ, ഈ മദ്യപാനം ഒന്ന് ഉപേക്ഷിക്കാൻ ആഗ്രഹമുണ്ട്, ഈ തിന്മ ഒന്ന് ഉപേക്ഷിക്കാൻ ആഗ്രഹമുണ്ട്, ഈ പുകവലി ഒന്ന് ഉപേക്ഷിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അനവധി വർഷങ്ങളായി ആഗ്രഹിച്ചിട്ട് ചില തിന്മകളോട് വിട പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തി ചെന്ന് നിൽക്കേണ്ടത്, സഹായം തേടേണ്ടത് ദൈവത്തിന്റെ അടുക്കൽ. ഒന്ന് കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയാന്ന്. അതുകൊണ്ട് ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 4-ാം വചനത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആയിരങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ലക്ഷ്യമേ ഉള്ളൂ, ദൈവത്തിന്റെ സഹായം തേടി പ്രാർത്ഥിക്കണം. ആ വാക്കത്ത് പറഞ്ഞ് തേടി പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ സഹായം നമ്മൾ തേടി പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ സഹായം തേടിയാണ് ജീവിതത്തിന്റെ ആത്മീയ മേഖലയ്ക്ക് വേണ്ടിയാകാം, ഭൗതിക മേഖലയ്ക്ക് വേണ്ടിയാകാം, ശാരീരികമായ ചില മേഖലയ്ക്ക് വേണ്ടിയാകാം, ഇനി മനസ്സ് തകർന്ന ഒരു വ്യക്തിയാകാം. ആ മേഖലയിലൊക്കെ ദൈവത്തിന്റെ സഹായം തേടിയാണ് ഒരു വ്യക്തി പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന്റെ സഹായം തേടി പ്രാർത്ഥിച്ചാൽ, ദൈവത്തിന്റെ സഹായം തേടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കും. ഒന്ന് കരം അടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ, ഒന്ന് കരം അടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. ഒരിക്കല് ഒരമ്മ ശനിയാഴ്ച താബോറിന്റെ കൺവെൻഷനിൽ വന്ന് കൂടുകയാണ്. ഈ അമ്മ പിറ്റേ ശനിയാഴ്ചയും കൺവെൻഷനിൽ വന്ന് കൂടി. അങ്ങനെ ഏതാനും ശനിയാഴ്ച താബോറിന്റെ ഈ ബൈബിൾ കൺവെൻഷൻ വന്ന് കൂടി. ഈ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശനിയാഴ്ചത്തെ കൺവെൻഷൻ കഴിഞ്ഞ് കയ്യൊപ്പ് പ്രാർത്ഥനയിൽ ഈ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ മകൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. വിവാഹം കഴിഞ്ഞ് 5 വർഷമായ മകളുടെ ജീവിതത്തിൽ സന്താനഭാഗ്യമില്ലാതെ വന്നപ്പോൾ അമ്മ താബോറിൽ വന്ന് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ തേടി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയാന്ന്. ഈ അമ്മ കണ്ണുനീരോട് പറഞ്ഞു, അച്ഛാ, 5 വർഷമായിട്ട് അവൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെയും അവരുടെ കുടുംബജീവിതത്തിൽ സന്താന ഭാഗ്യം ലഭിച്ചിട്ടില്ല. അപ്പം ഈ അമ്മ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ അമ്മയുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ഈ മകളും ഈ മകളുടെ ഭർത്താവ് എന്ത് ചെയ്യണം? താബോറിൽ വന്ന് ഒരു ധ്യാനം കൂടണം. ഹല്ലേലൂയ. 5 വർഷമായി സന്താന ഭാഗ്യമില്ലാത്ത ഈ അമ്മയുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശമാണ്, ഉദരബലത്തിന്റെ അനുഗ്രഹം വെളിപ്പെടാൻ വേണ്ടി ഈ മകളും ഭർത്താവ് ദൈവത്തിന്റെ സഹായം തേടി പ്രാർത്ഥിക്കുന്ന കുടുംബമായി മാറണം. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ താബോറിൽ വന്ന് താമസിച്ച് ഒരു ധ്യാനം കൂടാൻ വേണ്ടി ദൈവം സന്ദേശം നൽകിയപ്പോൾ ഞാൻ ഈ സന്ദേശം സ്നേഹത്തോടു കൂടി ഈ അമ്മയോട് പറഞ്ഞു. ഈ സന്ദേശം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ അമ്മ കണ്ണുനീരോട് കൂടി എന്നോട് പറഞ്ഞു, അച്ഛാ, ധ്യാനം കൂടാൻ വേണ്ടി എൻ്റെ മകളും ഭർത്താവ് ഈ നാട്ടിലില്ല, അവർ വിദേശത്താണ്, വർഷങ്ങളായിട്ട് അവരവിടെ ജോലി ചെയ്യാണ്, മസ്കറ്റിലാണ് അച്ഛാ എൻ്റെ മകളും ഭർത്താവും ജോലി ചെയ്യുക. ഹല്ലേലൂയ. വിദേശത്തായിരിക്കുന്ന ഈ മകൾക്ക് ഭർത്താവിന് നാട്ടിൽ വന്ന് ധ്യാനം കൂടാനുള്ള സമയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവം ആഗ്രഹിക്കുന്നത് ഈ മകളും ഭർത്താവും ധ്യാനം കൂടി കർത്താവിന്റെ സഹായം തേടി പ്രാർത്ഥിക്കാൻ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ അമ്മ ആ കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. ഒന്ന് കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. അമ്മ എന്ത് ചെയ്തു? മസ്കറ്റിലുള്ള അവിടെ താമസിച്ച് ജോലി ചെയ്യുന്ന മകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കുഞ്ഞിന് ലഭിക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ താബോറിൽ വന്ന് താമസിച്ച് ഒരു ധ്യാനം കൂടാൻ വേണ്ടി. ഒന്ന് കരമടിച്ച് കത്താനം മാത്രം കൊടുത്തേ, ഒന്ന് കരമടിച്ച് കത്താനം മാത്രം കൊടുത്തേ. നമ്മളിൽ പലരാണെങ്കിൽ, നമ്മളിൽ ചിലരാണെങ്കിൽ എന്ത് ചെയ്യാം? മകള് വിദേശത്ത് ജോലി ചെയ്യുന്നു, എന്തെങ്കിലും അവധിക്ക് വരുമ്പോൾ ആ മകള് ഭർത്താവ് ഒന്ന് ധ്യാനം കൂടട്ടെ എന്നൊരു ചിന്തയാണ്. പക്ഷേ ഈ അമ്മ ദൈവത്തിന്റെ ഈ സന്ദേശം കേട്ട് കഴിഞ്ഞപ്പോൾ ആ ദിവസം തന്നെ വീട്ടിൽ ചെന്ന് മകളെയും ഭർത്താവിനെയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം വന്ന് ഒരു ധ്യാനം കൂട്ടണം. ഹല്ലേലൂയ. അപ്പൊ ഈ മസ്കറ്റിൽ ജോലി ചെയ്യുന്ന ഈ മകളും ഭർത്താവും ഈ അമ്മ ഇങ്ങനെ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ ലീവ് എടുത്ത് നാട്ടിൽ വരാൻ വേണ്ടി
ശ്രമം ആരംഭിച്ചു. പക്ഷെ ഇവർ ലീവ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇവർക്ക് ലീവ് കിട്ടുന്നില്ല. ഹല്ലേലൂയ. ലീവ് ഇവർ കിട്ടാതെ വന്നപ്പോൾ അമ്മ വീണ്ടും താബോറിൽ ശനിയാഴ്ചത്തെ ഒരു കൺവെൻഷൻ വന്ന് കൂടി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥേടി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചത് ഇപ്രകാരമാ: ഓ ദൈവമേ, എൻ്റെ മകൾ മസ്കറ്റിൽ നിന്ന് ലീവ് കിട്ടി താബോറിൽ വന്ന് താമസിച്ച് ഒരു ധ്യാനം കൂടുന്ന അനുഗ്രഹം എൻ്റെ മകൾക്കും ഭർത്താവിനും കൊടുക്കണമേ എന്ന് ദൈവത്തിൻ്റെ സഹായം തേടി പ്രാർത്ഥിച്ചു. ആ വാക്കെന്ന് പറഞ്ഞ് ഏത് തേടി പ്രാർത്ഥിച്ചു? ദൈവത്തിന്റെ സഹായം തേടി പ്രാർത്ഥിക്കുക. നമുക്ക് ചില മേഖലയില് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളില് ദൈവത്തിന് ആ കാര്യം സാധ്യമാ. വിശ്വസിച്ച് കരം ഉയർത്തി അടിച്ച് കഥാനം മാത്രം കൊടുത്തേ. കരം ഉയർത്തി അടിച്ച് കഥാനം മാത്രം കൊടുത്തേ. മാനുഷികമായ രീതിയിൽ ചെയ്യാവുന്ന രീതിയിലെല്ലാം മസ്കറ്റ് ജോലി ചെയ്യുന്ന ഈ മകള് ഭർത്താവും ലീവിന് വേണ്ടി നോക്കിയിട്ട് ലീവ് കിട്ടാതെ വന്ന അവസരത്തിൽ അമ്മ ഈ മകൾക്കും ഭർത്താവിന് വേണ്ടി താമ്പോറി വന്ന് ദൈവമേ സഹായിക്കണമേ എന്ന് ദൈവത്തിന്റെ സഹായം തേടി പ്രാർത്ഥിക്കുക. ഒന്ന് വലുതുകരം ഉയർത്തി പിടിച്ച് സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഇരിക്കുന്ന നമ്മൾ അറിയണമേ, അമ്മ താമ്പോറി വന്ന് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥേടി കർത്താവിനെ വിളിച്ച് ഈ മേഖലയിലേക്ക് ദൈവത്തിന്റെ സഹായം തേടി പ്രാർത്ഥിച്ചപ്പോ ലീവ് കിട്ടാൻ തടസ്സമുള്ള ഈ മകൾക്കും ഭർത്താവിന് ദൈവം ലീവ് ഒരുക്കി കൊടുക്കുകയാണ്. ഒന്ന് കരമടിച്ച് കഥാനമാത്ത് കൊടുത്തേ. ഒന്ന് കരമടിച്ച് കഥാനം കൊടുത്തേ. മാനുഷികമായ രീതിയിൽ നോക്കിയിട്ട് മാനുഷികമായ രീതിയിൽ ശ്രമിച്ചിട്ട് ലീവ് കിട്ടാത്ത ആ കുടുംബത്തിന് അമ്മ വന്ന് ദൈവത്തിന്റെ സഹായം തേടിയപ്പോൾ ആ വാക്കെന്ന് പറഞ്ഞ് അമ്മ വന്ന് ദൈവത്തിന്റെ സഹായം തേടിയപ്പോൾ ഒരു സ്വരമില്ല ഒന്ന് സ്വരം ചെയ്ത് പറഞ്ഞ് അമ്മ വന്ന് ദൈവത്തിന്റെ സഹായം തേടിയപ്പോൾ ഒന്ന് വലുതുകരം ഉയർത്തി പറഞ്ഞ് അമ്മ വന്ന് ദൈവത്തിന്റെ സഹായം തേടിയപ്പോൾ ദൈവം ആ മേഖലയിലേക്ക് കടന്നു വരുന്നു. കരമുയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഒരാഴ്ച ലീവ് എടുത്ത് ഈ മകളും ഭർത്താവും താബോറി വന്നു. ഹല്ലേലൂയ. താബോറി വന്ന് താമസിച്ച് 5 ദിവസത്തെ ആന്തരിക സൗഖ്യത്തിന്റെ വളർച്ച ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ ഭാര്യയും ഭർത്താവ് ദൈവത്തിന്റെ സഹായം, ദൈവമേ വിവാഹം കഴിഞ്ഞ് 5 വർഷമായി സന്താന ഭാഗ്യമില്ല, ഈ മേഖലയിലേക്ക് കർത്താവിന്റെ സഹായം തേടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ധ്യാനത്തിന്റെ 3-ാമത്തെ ദിവസം ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി അവർ പ്രത്യേകമായ ചില നിയോഗങ്ങൾക്ക് വേണ്ടി അവരെ കണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഭാര്യയും ഭർത്താവ് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 5 വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞില്ല, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ 5 വർഷമായി കുഞ്ഞില്ല, അമ്മയുടെ പ്രാർത്ഥനയിലൂടെ ദൈവം പ്രത്യേകമായി ഇടപെട്ട് മസ്കറ്റിൽ നിന്ന് ലീവ് എടുത്ത് ധ്യാനം കൂടാൻ വേണ്ടി വന്ന് ദമ്പതികളെ സമർപ്പിച്ച് ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മേഖലയിലേക്ക് കർത്താവിന്റെ സഹായം തേടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. 7 മാസത്തിനുള്ളിൽ കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുക്കുന്നതായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനുവേണ്ടി 80 ദിവസം പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥേടി ഒരു ജപമാലയല്ലേ ഈ ഭാര്യയും ഭർത്താവും കാഴ്ചവെക്കണം. ഒന്ന് കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ധ്യാനം കൂടി ദൈവത്തിന്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ധ്യാനം കഴിഞ്ഞ് ദൈവത്തിന്റെ സഹായം തേടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഉദരഫലം വെളിപ്പെടാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക. 80 ദിവസം താപോലെ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് പരിശുദ്ധമ്മയുടെ അത്ഭുതമായ മാധ്യസ്ഥേടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. രണ്ടാമതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, 80 ദിവസം താപോർന്ന് വെഞ്ചരിച്ചു കൊണ്ടുപോകുന്ന വെള്ളം വിശ്വാസത്തോടു കൂടി ഭാര്യയും ഭർത്താവ് അത് ഉപയോഗിക്കണം. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഈ ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ, ധ്യാനം കഴിഞ്ഞ് 5 വർഷമായി കുഞ്ഞില്ലാത്ത ഈ കുടുംബത്തിന്റെ കർത്താവ് 7 മാസത്തിനുള്ളിൽ ഉദരഫലം കൊടുത്ത് അനുഗ്രഹിക്കും. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച് നന്ദിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ധ്യാനം കഴിഞ്ഞ് അവർ വിദേശത്തേക്ക് മടങ്ങി വിശ്വാസത്തോടെ ജപമാലയിലെ വെഞ്ചരിച്ച വെള്ളം അത് ഉപയോഗിച്ചു. പ്രിയമുള്ളവരെ, 7 മാസത്തിനുള്ളിൽ എന്ന് കർത്താവ് വെളിപ്പെടുത്തി. 3-ാമത്തെ മാസമായിപ്പോ 5 വർഷമായി കുഞ്ഞില്ലാത്ത ആ കുടുംബത്തിന്റെ കർത്താവ് ഉദരഫലം കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്.
അതായത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് ഈ കുടുംബത്തിന് 5 വർഷം കഴിഞ്ഞ് കൊടുക്കാൻ കാരണം ഒന്ന് ശ്രദ്ധിക്കണമേ. ദിനവൃത്താന്തം 2-ാം പുസ്തകം 20-ാം അധ്യായം 4-ാം വചനത്തിന്റെ അഭിഷേകം ഈ ദാമ്പത്യ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോഴാ. ഒന്ന് കരമുയർത്തിക്കേ, സ്വരമുയർത്തുന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ സഹായം നേടാൻ യൂദാ നിവാസികൾ ഒരുമിച്ച് കൂടി ദൈവത്തിന്റെ സഹായം തേടാൻ വേണ്ടി പ്രിയമുള്ളവരെ ഒരുമിച്ച് കൂടണമേ. അത് ദേവാലയത്തിലാകാം, ഇടവയിൽ ബലി അർപ്പിക്കുമ്പോഴാകാം, കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി തിരുഹൃദയത്തിന് മുട്ടുമേ നിൽക്കുമ്പോഴാകാം. ആ സമയമല്ല, ഓരോ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകണം. ഞാൻ മുട്ടുകുത്തുന്നത്, ഞാൻ നോമ്പ് നോക്കുന്നത്, ഞാൻ ഒരു നേരം എടുക്കുന്നത്, ഞാൻ വചനം വായിക്കുന്നത്, ഞാൻ ബലി അർപ്പിക്കുന്നത്, ഞാൻ കുമ്പസാരിക്കുന്നത്, ഓ ദൈവമേ, ഞാൻ മാനസാന്തരത്തിലേക്ക് വരുന്നത് ദൈവത്തിന്റെ സഹായം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളോ ഇതുവരെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു മേഖലയിലും ദൈവത്തിന്റെ സഹായം തേടാതെ ഇതെന്നെ കൊണ്ട് സാധിക്കുക, എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ള തെറ്റായ ഒരു ചിന്തയില് സ്വന്തം കഴിവിലൊക്കെ മതിമറന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അഹങ്കാര ചിന്തയുണ്ടെങ്കിൽ ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, ഞാൻ എൻ്റെ അഹങ്കാരം ഉപേക്ഷിക്കുക. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ കൊണ്ട് തന്നെ സാധിക്കും എന്ന ചിന്ത ഞാൻ ഉപേക്ഷിക്കുക. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി മുതൽ എൻ്റെ ജീവിതത്തില് ഏത് കാര്യവും വരുമ്പോൾ ഞാൻ ആ സമയം ദൈവത്തിന്റെ ബാക്കി പറഞ്ഞേ, സ്വരമുയർത്തി പറഞ്ഞേ, ദൈവത്തിന്റെ സഹായം തേടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുഖാരമുയർത്തി സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എസ്തേറുടെ പുസ്തകം വായിക്കുമ്പോൾ 10-ാം അധ്യായം 3-ാം വചനം വായിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ സഹായം തേടി പ്രാർത്ഥിക്കുന്ന എസ്തർ എന്ന വ്യക്തിയെ കാണാൻ സാധിക്കും. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാമാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അതിശക്തമായ ഒരു പ്രേരണ മൂലം രാജാവ് യഹൂദന്മാരായ വ്യക്തികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഉത്തരവിടുമ്പോൾ എസ്തേർ രാജ്ഞി ഇപ്രകാരം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. വചനം പറയുക, അവൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ. ആ വചനം ഒന്ന് കേട്ടു നോക്കിക്കേ. എന്തുമാത്രം താല്പര്യത്തോടു കൂടി ഇതെന്റെ ദൈവമാ, ഇതെന്റെ കർത്താവാ, എനിക്ക് ഇതിന്റെ ദൈവത്തെ വിളിച്ച് സഹായം തേടി പ്രാർത്ഥിക്കുക. അതുപോലെ സ്വാതന്ത്ര്യത്തോടെ എസ്തേർ രാജ്ഞി പ്രാർത്ഥിക്കുക, ദൈവമേ, എൻ്റെ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. ഒന്ന് വലതുകരം ഉയർത്തിപ്പിടിക്കാമോ? എസ്തേർ രാജ്ഞി പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് തമ്പുരാന്റെ മുമ്പിൽ എളിമപ്പെട്ട്, വേറെ ഒരു സഹായമില്ല ദൈവമേ, അവിടുന്ന് മാത്രമാണ് എൻ്റെ സഹായം എന്ന ഒരു മനോഭാവത്തോടെ ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. എസ്തേറിന്റെ പുസ്തകം 10-ാം അധ്യായം 3-ാമത്തെ വചനം. അവൾ ചേർത്ത് പറയാം, അവൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്റെ കർത്താവേ, എന്റെ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. നീ അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കിക്കേ, ഒന്ന് ക്ഷയിക്കാൻ കൊടുത്തേ. എസ്തർ പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, എനിക്ക് വേറെ ഒരു സഹായം കിട്ടാൻ മാർഗമില്ല ദൈവമേ, അവിടുന്ന് മാത്രമാണ് സഹായം എന്ന് കരുതി വിശ്വസിച്ച് ഒന്നും കൂടി ഈ വചനം ഏറ്റു പറയുക. അടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ഒന്ന് ക്ഷയിക്കാൻ കൊടുക്കാമോ? ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കാമോ? കണ്ണുകളിലേക്ക് നോക്കാമോ? ഒന്ന് പുഞ്ചിരിക്കാമോ? ഈ വചനം ഏറ്റു പറയാമോ? എന്റെ കർത്താവേ, എന്റെ കർത്താവേ. പോരാ, എന്റെ കർത്താവേ, എന്റെ കർത്താവേ. അതും പോരാ, എന്റെ കർത്താവേ, എന്റെ കർത്താവേ. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്, അങ്ങല്ലാതെ
അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. ഈ വചനത്തിന്റെ അഭിഷേകം ഒന്ന് വെളിപ്പെടാൻ വേണ്ടി ഇരു കരങ്ങൾ ഉയർത്തി അടിച്ചു കത്താനും മാത്രം കൊടുക്കാമോ? ശക്തമായ ഒരു കരഘോഷം. അതായത് എസ്തർ രാജ്ഞി പ്രാർത്ഥിക്കുക, ദൈവമേ ഏകയായ എന്നെ സഹായിക്കണം. ദൈവം സഹായിച്ചാൽ മാത്രമേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകൂ. തമ്പുരാന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. തമ്പുരാന്റെ സഹായം, ദൈവത്തിന്റെ സഹായം തേടി ആ മകൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി താബോറില് ശുശ്രൂഷ കൂടുന്ന സമയത്ത്, കയ്യൂപ്രാർത്ഥനയുടെ സമയത്ത് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു ജോലി എനിക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ കയ്യൂപ്രാർത്ഥന സമയത്ത് അനേക നിയമങ്ങൾ വെച്ച് അനേക പ്രാർത്ഥന ആവശ്യപ്പെട്ട് പിന്നെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു ജോലിയില്ല, എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടി ദൈവത്തിന്റെ സഹായം തേടി ഒന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ ജോലി മേഖല തടസ്സം മാറി ഈ മകൾക്ക് ദൈവം ആ മേഖലയില് ഒരു സഹായമായി കടന്നു വരാൻ വേണ്ടി ദൈവം ആ മകൾക്ക് ജോലി ഒരുക്കി കൊടുക്കാൻ വേണ്ടി ദൈവമേ എന്ന് വിളിച്ച് ഈ പെൺകുട്ടിയുടെ ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുക, ഈ മകൾക്ക് ഇപ്പോൾ വേണ്ടത് ഒരു ജോലിയല്ല. ഹല്ലേലൂയ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ദൈവത്തിന്റെ ആത്മാവ് ആ സമയം സംസാരിക്കുക, വെളിപ്പെടുത്തുകയാ. തലയിൽ കൈവച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, ഈ മകൾക്ക് വേണ്ടത് ജോലിയല്ല, ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ഈ മകൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആ പെൺകുട്ടിയുടെ ശിരസിൽ നിന്ന് കൈയെടുത്ത് മാറ്റി. അത് കഴിഞ്ഞ് ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ ദൈവത്തിന്റെ ആത്മാവ് ഈ സമയം സന്ദേശം തരിക, ജോലിയല്ല മറ്റേതോ ഒരു കാര്യത്തിന് വേണ്ടി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം നിനക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഈ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ചോദിച്ച സമയത്ത് ഈ പെൺകുട്ടി രണ്ട് കണ്ണും നിറഞ്ഞൊഴുകി. കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് വയസ്സ് 39. ഈ ജോലി തേടി പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന പെൺകുട്ടിക്ക് 39 വയസ്സ് പ്രായമുണ്ട്. കണ്ണ് നിറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ആ പെൺകുട്ടി കണ്ണുനീരോടെ എന്നോട് പറഞ്ഞു, അച്ഛാ 39 വയസ്സായിട്ട് എൻ്റെ വിവാഹം ഇതുവരെയും നടന്നിട്ടില്ല. ഈ വിവാഹം നടക്കാത്ത കാര്യം ആ മേഖലയിൽ ഈ പെൺകുട്ടി സഹായം തേടി പ്രാർത്ഥിക്കുന്നില്ല. ഹല്ലേലൂയ. ഈ പെൺകുട്ടിയുടെ ചിന്ത ജോലി കെട്ടിക്കഴിഞ്ഞ് വിവാഹം, ഈ ഒരു ചിന്തയായിരുന്നു ഈ പെൺകുട്ടിക്ക് മുഴുവന്. ഏകദേശം 39 വയസ്സായി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-18 വർഷമായിട്ടെങ്കിലും ഈ പെൺകുട്ടി ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം ഈ പെൺകുട്ടിയുടെ വിചാരം, വീട്ടുകാരുടെ വിചാരം വിവാഹം എന്ന് പറയുന്നത് ജോലി കെട്ടിക്കഴിഞ്ഞ്. ഹല്ലേലൂയ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ജോലിക്ക് മുമ്പ് വിവാഹം. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. അപ്പൊ 39 വയസ്സായി, അച്ഛാ എനിക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന പെൺകുട്ടി പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ ശിരസിൽ കൈവയ്ക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും സംസാരിക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുക. ഈ പ്രാർത്ഥന കഴിഞ്ഞ്, ഈ കൺവെൻഷൻ കഴിഞ്ഞ് 7 മാസത്തിനുള്ളിൽ നിന്റെ വിവാഹം നടക്കും. ഹല്ലേലൂയ. ഈ വിവാഹം കഴിഞ്ഞാൽ ഉടൻ തന്നെ ദൈവം നിനക്ക് ജോലി തരും. ഹല്ലേലൂയ. ഈ 39 വയസ്സ് പ്രായമുള്ള ജോലിക്ക് വേണ്ടി മാത്രം ദൈവത്തിന്റെ സഹായം തേടി പ്രാർത്ഥിക്കാൻ വന്ന ആ പെൺകുട്ടിക്ക് വേണ്ടി ദൈവം പറയുക, മകളെ ജോലിയേക്കാൾ വളരെ വിലപ്പെട്ടത് ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ആ സമയം ആ പെൺകുട്ടി പറഞ്ഞു, വിവാഹ തടസ്സ. ദൈവാത്മാ പറഞ്ഞു 7 മാസത്തിൽ വിവാഹം കഴിഞ്ഞാൽ ജോലി. വിശ്വസിച്ച് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ആ പെൺകുട്ടി അത് ഉറപ്പായി വിശ്വസിച്ചു. ആ ശുശ്രൂഷ കഴിഞ്ഞ പെൺകുട്ടി മടങ്ങി ഇവിടെ വന്ന് സാക്ഷ്യം പറയുക, 7ാമത്തെ മാസം 39 വയസ്സായിട്ട് വിവാഹം ജോലി നടക്കാത്ത പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്ന അനുഗ്രഹം കർത്താവ് കൊടുക്കുക. ഒന്ന് കരങ്ങൾ അടിച്ച് കർത്താവിനെ മാത്രം കൊടുത്തേ. ഈ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തിയും അറിയണമേ, 7ാം മാസം ഈ 39 വയസ്സ് കഴിഞ്ഞ് പെൺകുട്ടി വിവാഹം നടന്നു കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ദൈവം ഈ മകൾക്ക്
ബാങ്ക് ജോലി നൽകി ഉയർത്തുകയാണ്. കാര്യങ്ങൾ അടിച്ചു കത്താൻ മാത്രം കൊടുത്തേ, കാര്യങ്ങൾ അടിച്ചു കത്താൻ മാത്രം കൊടുത്തേ. ഇവിടെ ഇരിക്കുന്ന ഈ സമയം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം വ്യക്തികൾ തെറ്റായ ധാരണയാണ്. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് വിവാഹം. ആ മകൾ 39 വയസ്സ് വരെ കാത്തിരുന്നത് ഒരു ജോലിക്ക് വേണ്ടിയാ. പക്ഷെ ദൈവം പറഞ്ഞു, ജോലിയേക്കാൾ വളരെ വിലപ്പെട്ടത് ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു. നീ ആദ്യമേ സഹായം തേടി പ്രാർത്ഥിക്കേണ്ടത് വിവാഹത്തിന് വേണ്ടി. ആ നിയോഗം വെച്ചപ്പോൾ ആദ്യം ദൈവം ആ മേഖലയെ സഹായിക്കുന്നു. രണ്ടാമത് കർത്താവ് ആ മകൾക്ക് ജോലി നൽകി ഉയർത്തുന്നു. കരവയ്യത്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ട് എസ്തർ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്. അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. ഏകനായ എന്നെ കർത്താവിൻ്റെ സഹായം തേടി പ്രാർത്ഥിക്കണമേ. ഏത് കണ്ണുനീര്, ഏത് പ്രതിസന്ധിയും, ഏത് പ്രശ്നങ്ങള് ഒരു വ്യക്തിയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റുന്നത് ആ വ്യക്തി കർത്താവിന്റെ സഹായം തേടി. ആ വാക്കെന്ന് പറഞ്ഞേ, സഹായം തേടി. അതും പോരാ, സഹായം തേടി. ആ വ്യക്തി കർത്താവിന്റെ സഹായം തേടി പ്രാർത്ഥിക്കുമ്പോഴാ ഒന്ന് വലുതുകരം ഉയർത്തിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പാലക്കാട് മണ്ണർകാടെന്ന് ഒരു പെൺകുട്ടി താബോറി വന്ന് ഒരു ശുശ്രൂഷയെ പങ്കെടുക്കുകയാണ്. ഹല്ലേലൂയ. അത്രയും വിദൂരങ്ങളിൽ നിന്ന് പാലക്കാട് മണ്ണാർക്കാട് ആ പെൺകുട്ടി താബോറി വന്ന് ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ കുടുംബത്തിന്റെ പ്രത്യേകമായ ഒരു നിയോഗമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 27 വർഷമായിട്ട് അവർക്കൊരു വീടില്ല. അപ്പൊ 27 വർഷമായിട്ട് വീടില്ലാത്ത ആ കുടുംബം, ആ കുടുംബവും കുടിയുള്ള ധ്യാനത്തിൽ വന്ന് പങ്കെടുക്കുമ്പോൾ ഈ നിയോഗം വെച്ച് ദൈവത്തിന്റെ സഹായം തേടി പ്രാർത്ഥിക്കുകയാണ്. ഏത് നിയോഗം വെച്ച്? 27 വർഷമായി വീടില്ല, ഒരു കിടപ്പാടുമില്ല, 27 വർഷമായി സ്വന്തമായി വീടില്ല. ഈ മേഖലയ്ക്ക് വേണ്ടി കർത്താവിന്റെ സഹായം തേടി പ്രാർത്ഥിക്കുന്നു. ഒന്ന് കരവയ്യത്ത് പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. നമ്മൾ പലരുമാണെങ്കിലോ കിട്ടിയാൽ കിട്ടട്ടെ, കിട്ടുന്ന കാലത്ത് കിട്ടാം, അല്ലെങ്കിൽ കിട്ടുന്ന കാലത്ത് വീട് കയറി കൂടാം എന്നൊരു മനോഭാവം. പക്ഷേ 27 വർഷമായിട്ട് സ്വന്തമായി വീടില്ലാത്ത ആ കുടുംബം താബോറി ധ്യാനം കൂടുമ്പോൾ പ്രത്യേകമായ നിയോഗം വയ്ക്കുക, ദൈവമേ, സ്വന്തമായ ഒരു വീട് ഞങ്ങൾക്ക് ലഭിക്കണം. ഒന്ന് കരമയത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ധ്യാനം കൂടുന്ന സമയത്ത്, ധ്യാന സമയത്ത് ഇവർ ഈ നിയോഗം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ ഈ നിയോഗം സമർപ്പിച്ച് ദൈവത്തിന്റെ സഹായം തേടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ധ്യാനം കഴിഞ്ഞ് ഈ കുടുംബം 40 ദിവസം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ തേടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബം വീട്ടിൽ ചെന്ന് 13 മാസത്തിനുള്ളിൽ, ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. ഈ ധ്യാനം കഴിഞ്ഞ് താപോലെ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് 40 ദിവസം ജപമാല ചൊല്ലി പരിശുദ്ധമ്മയുടെ താബോർ മാതാവിന്റെ അതിശക്തമായ മാധ്യസ്ഥ തേടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സഹായം തേടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ധ്യാനം കഴിഞ്ഞ് 13 മാസത്തിനുള്ളിൽ സ്വന്തമായൊരു വീട് ദൈവമായ കർത്താവ് ഒരുക്കി തരും. ഒന്ന് കരമുയർത്തി അടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ, ഒന്ന് കരമുയർത്തി അടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. 13 മാസമാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. 27 വർഷമായി വീട്ടിലില്ലാത്ത കുടുംബം ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. 40 ദിവസം ജപമാലയിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ കാത്തിരുന്നു. 12ാമത്തെ മാസം നല്ല ഒരു വീട് സ്വന്തമായി നൽകി കർത്താവ് ആ കുടുംബത്തെ സഹായിക്കുന്നു. കരങ്ങളടിച്ചു കർത്താവ് മാത്രം കൊടുത്ത്, കരങ്ങളടിച്ചു കർത്താവ് മാത്രം കൊടുത്ത്. അതുകൊണ്ട് ഞാൻ നിങ്ങളും എങ്ങനെ പ്രാർത്ഥിക്കണം? സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്. സങ്കീർത്തനം 18-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സങ്കീർത്തനം 18-ാം അധ്യായം 6-ാം തിരുവചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. വചനം പഠിപ്പിക്കുകയാണ്. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ഹല്ലേലൂയ,
ഹല്ലേലൂയ. സങ്കീർത്തനം 18-ാം അധ്യായം 6-ാമത്തെ വചനം. ഒന്ന് വലതുകരം ഉയർത്തിപ്പിടിച്ച് ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്, സാധിക്കുമെങ്കിൽ ഇടതുകരം ഹൃദയം ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് കുരിശിലേക്ക് നോക്കി ഈ വചനം ഏറ്റവും ഉയർന്ന സ്വരത്തിൽ എന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാമോ? അനേകം വിടുതല്, അനേകം അഭിഷേകങ്ങൾ ഈ വചനം വെച്ച് ദൈവത്തിന്റെ സഹായം തേടി പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്, കുടുംബത്തിൽ വെളിപ്പെടാൻ പെടുകയാണ്. ദൈവമേ എഴുന്നള്ളി വരണമേന്ന് ആഗ്രഹിക്കുക. സങ്കീർത്തനം 18-ാം അധ്യായം 6-ാം വചനം ചേർത്ത് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു. എന്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ചേർന്ന് വിളിക്കുന്നു യേശുവേ. പുതിയ അഭിഷേകം, പുതിയ അനുഗ്രഹം, പുതിയ വിടുതൽ, പുതിയ ഉണർവ്, പുതിയ അനുഗ്രഹം സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഒന്ന് കാര്യങ്ങൾ അടിച്ച് കത്താനും മാത്രം കൊടുക്കാം. അതായത് സങ്കീർത്തനം 18-ാം അധ്യായം 6-ാമത്തെ തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. കഷ്ടതയിൽ, ആ വാക്കൊന്ന് പറയാമോ? കഷ്ടതയും ദുരിതവും സഹനവും തകർച്ചയും പരാജയവും ഇതെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒന്ന് കരമേതി സ്വരമേതി പറഞ്ഞ് ഹല്ലേലൂയ. കഷ്ടതകൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, തകർച്ചകൾ ഉണ്ടാകും, പരാജയങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. കരമേതി ഒന്നുകൂടി പറഞ്ഞ് ഹല്ലേലൂയ. അതായത് വചനം പഠിപ്പിക്കുക, കഷ്ടതയില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, പരാജയമോ തകർച്ചയോ ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് കാണാൻ സാധിക്കില്ല. ഏത് മനുഷ്യ ജീവിതത്തിലേക്ക് നോക്കുകയോ എന്തെങ്കിലും കഷ്ടതകളോ, എന്തെങ്കിലും തകർച്ചകളോ, ഏതെങ്കിലും സഹനങ്ങളോ, ഏതെങ്കിലും ഒരു പരാജയങ്ങളോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും. ഒന്ന് കരമയത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായ ചില തകർച്ചകളും കഷ്ടതകളും ഒക്കെ ഒന്ന് സമർപ്പിച്ച് കരമയത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ അപ്രതീക്ഷിതമായ തകർച്ചകളും അസ്വസ്ഥതകളും പരാജയങ്ങളും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ തകർച്ചകളും പരാജയവും ഉണ്ടാകുന്ന വ്യക്തി എന്ത് ചെയ്യണം? സങ്കീർത്തനം പഠിപ്പിക്കുകയാണ്, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ സഹായം തേടി പ്രാർത്ഥിക്കണം. ആ വാക്കൊന്നും പറഞ്ഞ് തേടി പ്രാർത്ഥിക്കണം. കർത്താവിന്റെ സഹായം തേടി പ്രാർത്ഥിക്കണം. കഷ്ടത വന്നല്ലോ, കഷ്ടതയിലേക്ക് നോക്കി നിരാശപ്പെട്ട് മരണചിന്തയോട് ജീവിക്കുകയല്ല. കഷ്ടത വരുന്നത് കർത്താവിന്റെ സഹായം തേടി പ്രാർത്ഥിക്കുക. വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കരമയത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കഷ്ടത വരുന്നത്, തകർച്ച വരുന്നത്, ഒരു പരാജയം വരുന്നത് കർത്താവിന്റെ സഹായം തേടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. കഷ്ടതയുണ്ടാകുമ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, കർത്താവിന്റെ സഹായം തേടുന്നുണ്ടോ? ഇതാര് നോക്കുന്നു? ദൈവം നോക്കുന്നുണ്ട്. കരമയത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെയൊക്കെ അനേകരുടെ മനോഭാവം, ഒരു കഷ്ടത വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ, ഒരു പരാജയം വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒരു ശൈലി അനേകം വ്യക്തികളിൽ പിശാച് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ടതയും തകർച്ചയും വരുമ്പോൾ നീ പള്ളിയിലേക്കില്ല ദൈവമേ, നീ പ്രാർത്ഥനയില്ല ദൈവമേ, ഇനി ബലിയർപ്പണമില്ല ദൈവമേ, ഇനി ജപമാലയില്ല ദൈവമേ, ഈ തീരുമാനം ഒരു വ്യക്തി കൊടുക്കുന്നത് സാത്താൻ ഏറ്റവും വലിയ തട്ടിപ്പാ. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക, കഷ്ടതയുണ്ടാകുമ്പോൾ
കർത്താവിന്റെ സഹായം തേടി നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ഒന്ന് കരമുയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ പ്രിയമുള്ള ദൈവമക്കളെ, ഏതെങ്കിലും ഒരു കഷ്ടത, ഏതെങ്കിലും ഒരു തകർച്ച, ഏതെങ്കിലും ഒരു പരാജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് കണ്ട് അസ്വസ്ഥപ്പെടുകയോ ഭാരപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യാതെ ഈ കഷ്ടതയുണ്ടാകുന്ന വ്യക്തി ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ കഷ്ടതയും അസ്വസ്ഥതയും തകർച്ചയും പരാജയവും അനുഭവിക്കുന്ന കുടുംബം ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ കഷ്ടത അനുഭവിക്കുന്ന സമൂഹവും ദേശവും കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നത് പോലെ കർത്താവിന്റെ സഹായം തേടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പഠിപ്പിക്കുക. സങ്കീർത്തനം 18-ാം അധ്യായം 6-ാം വചനം പഠിപ്പിക്കുക. കഷ്ടതയില് ദൈവമേ ഞാൻ പതറിപ്പോകാതെ, ഞാൻ നിരാശപ്പെട്ടു പോകാതെ ഞാൻ കർത്താവിന്റെ സഹായത്തിന് വേണ്ടി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി കർത്താവിന്റെ കാതുകളിലെത്തി. ഒരു തീരുമാനമെടുത്ത് കഷ്ടത വരുമ്പോൾ കർത്താവിന്റെ സഹായം തേടുമെന്ന് തീരുമാനമെടുത്ത് ഒന്ന് കരമുയർത്തിക്ക് സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തകന്റെ ആ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറണം. സങ്കീർത്തകൻ പറയുക എൻ്റെ ദൈവത്തോട്, ആ വാക്കെന്ന് പറഞ്ഞേ ദൈവത്തോട്. അതായത് ദൈവവുമായുള്ള അടുപ്പം, ആ ഇന്റിമസി നമുക്കവിടെ കാണാൻ സാധിക്കും. സങ്കീർത്തകൻ പറയുക എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. ഹല്ലേലൂയ. ദൈവം മാറിയിരിക്കുന്ന ഒരു വ്യക്തിയല്ല, അകന്നിരിക്കുന്ന വ്യക്തിയല്ല, ദൂരെയായിരിക്കുന്ന വ്യക്തിയല്ല, നമ്മുടെ കൂടെയുള്ള ദൈവമാ. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മെ സ്നേഹിക്കുന്ന ദൈവമാ. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന ദൈവമാ. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തകനുണ്ടായ അതേ സ്വാതന്ത്ര്യം നമുക്കുണ്ടാകണമേ. സങ്കീർത്തകൻ പറയുക എൻ്റെ ദൈവത്തോട്, ആ വാക്കത്ത് പറഞ്ഞേ. ഒന്ന് അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കിക്കേ, ഒന്ന് ക്ഷയിക്കാൻ കൊടുത്തേ. ആ 11 പറഞ്ഞേ എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാം വചനം പഠിപ്പിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. പ്രഭാഷകൻ 2:6 വചനം പറയുക, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. ഒന്ന് വലതുകരം ഉയർത്തിപ്പിടിക്കാമോ? പ്രഭാഷകൻ 2:6 വചനം ഒന്ന് ചേർത്ത് പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. ഒന്ന് കരമടിച്ച് കഥാനമാത്തം കൊടുത്തേ, ഒന്ന് കരമടിച്ച് കഥാനമാത്തം കൊടുത്തേ. അതുകൊണ്ട് സ്വന്തം കഴിവിൽ ആശ്രയിച്ചു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഈ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതുമയുള്ള ഒരു തീരുമാനം എടുക്കണം. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നു മുതൽ ഞാൻ ആരായി മാറും? ദൈവമേ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. ഒന്ന് കരമുയർത്തി തീരുമാനം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, കർത്താവേ നീ മാത്രമാണ് ഏക ആശ്രയം. എസ്തേരാജി പ്രാർത്ഥിച്ച, ദൈവമേ അവിടുന്നാണ് ഞങ്ങളുടെ ഏക ദൈവം, അവിടുന്നാണ് ഞങ്ങളുടെ രാജാവ്, നീ മാത്രമാണ് എനിക്ക് ഏക സഹായം. ഇപ്രകാരം മനോഭാവത്തോടെ ദൈവത്തിന് മാത്രമാണ് എന്നെ സഹായിക്കാൻ സാധിക്കൂ എന്ന മനോഭാവത്തോടെ ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ആ വ്യക്തിയെ കർത്താവ് സഹായിച്ചിരിക്കും. കരമടിച്ച് കത്താനമാത്തം കൊടുത്തേ, കരമടിച്ച് കത്താനമാത്തം കൊടുത്തേ. അതായത് ഈ വചനം പഠിപ്പിക്കുക, ചില വ്യക്തികൾ കർത്താവിന്റെ സഹായം തേടി പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടാതെ വരുന്നത് കർത്താവിന്റെ സഹായം ആ മേഖല കടന്നു വരാത്തതിന് കാരണം അവർ ദൈവത്തില് ആശ്രയിച്ച് ദൈവത്തിന്റെ സഹായം തേടി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന്റെ സഹായം തേടുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് സഹായം തേടി പ്രാർത്ഥിക്കുന്നത് രണ്ടും രണ്ടാ. ഒന്നുകൂടി കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വെറുതെ ദൈവമേ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഉള്ളില് അഹങ്കാര ചിന്തയുണ്ടാകാം, കഠിനമായ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം, ചില നിരാശ ചിന്തയുണ്ടാകാം, ഉത്കണ്ഠയുണ്ടാകാം, തിന്മയുടെ ചില സ്വാധീനങ്ങൾ ഉണ്ടാകാം. അതൊക്കെ ഒന്ന് വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ചു കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ.
എന്നാൽ കർത്താവിൽ ആശ്രയിക്കാന്ന് പറഞ്ഞാൽ ഉരുക്കത്തോടെ, കരമയത്തിൽ പറഞ്ഞ് ഹല്ലേലൂയാന്ന്, വിശ്വാസത്തോടെ കരമയത്തിൽ പറഞ്ഞ് ഹല്ലേലൂയാന്ന്. ദൈവത്തിന് മാത്രമേ എന്നെ സഹായിക്കാൻ സാധിക്കൂ, കർത്താവിന് മാത്രമേ എന്നെ ഉയർത്താൻ സാധിക്കൂ, കർത്താവിന് മാത്രമേ എന്നെ സുഖപ്പെടുത്താൻ സാധിക്കൂ, കർത്താവിന് മാത്രമേ എന്നെ വിജയിപ്പിക്കാൻ സാധിക്കൂ. ഈ ഒരു മനോഭാവത്തോടെ ഒരു വ്യക്തി ദൈവത്തിന്റെ സഹായം തേടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, ആ വ്യക്തിയെ കർത്താവ് സഹായിച്ചിരിക്കും. എൻ്റെ പേര് റെജിൻ ഫിലിപ്പ്. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പല ട്രീറ്റ്മെൻറ്റും എടുക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. 2 വർഷം മുന്നേ എൻ്റെ അമ്മ താപോധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടുകയും അച്ഛനോട് പ്രാർത്ഥന സഹായം അപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു 2 കൊല്ലത്തിനുള്ളിൽ കുഞ്ഞ് ദൈവം തന്നിരിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 1.5 കൊല്ലം ആയപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നൻ്റ് ആയി. അത് കഴിഞ്ഞിട്ടാണേലും ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പോൾ എൻ്റെ ചേച്ചി ഇവിടെ വന്ന് വീണ്ടും അച്ഛനോട് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പം ഉണ്ടാവില്ല, ദൈവം കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞ 2019 ഏപ്രിൽ 5-ന് ഞങ്ങൾക്ക് ദൈവം ഒരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. എൻ്റെ പേര് ജോസഫ് ജോർജ്. ഞാൻ കലൂരിൽ നിന്ന് വരുന്നു. ഓർമ്മ വെച്ച കാലം മുതലുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന്. 18 വർഷത്തിലേറെ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും അമ്മയൊക്കെ പലതവണ താബോറിൽ വന്ന് ജോർജസിനെ കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു 2 വർഷത്തിനകം വീട് കിട്ടുമെന്ന്. 2 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് കഴിഞ്ഞ സെപ്റ്റംബർ 10-ാം തീയതി വീട് പണി പൂർത്തിയാകുകയും നല്ലൊരു വീട് പണി പൂർത്തിയാകുകയും വെഞ്ചിരിക്കാൻ കയറി താമസിക്കുകയും ചെയ്തു. താബോർ മാതാവിനും ഈശോയ്ക്ക് ഒത്തിരി നന്ദി. ഒരു നിമിഷം കാര്യങ്ങൾ കോപി പിടിക്കുകയും നമ്മുടെ എല്ലാ നിയോഗങ്ങളിലേക്ക് ഈശോ വരുന്ന സമയമാണ്. ഇന്ന് വചനം കേട്ടതുപോലെ നമ്മൾ കർത്താവിൻ്റെ സഹായം തേടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുകയും ചെറുതും വലുതുമായ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഈ കൂട്ടായ്മയിലുള്ള ഗർഭശിശുക്കൾ മുതൽ വാർദ്ധക്യം വന്നവരെ വരെ സമർപ്പിച്ചുകൊണ്ട് സ്വരമുയർത്തി കരഞ്ഞു വിളിക്കുന്നു, യേശുവേ 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 കരമടിച്ച് കരമടിച്ച് നമിച്ച് ദൈവമേ ചേർന്ന് പാടാ നോക്കി. അഭിഷേകം നിറയട്ടെ, തകരട്ടെ, അഭിഷേകം നിറയട്ടെ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ സ്വർഗം തുറന്നിടട്ടെ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ സ്വർഗം തുറന്നിടട്ടെ. ചേർന്ന് വിളിക്കുന്നു യേശുവേ 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 യേശുവേ. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ശക്തിയോടെ കരങ്ങളടിച്ച് കരതാറ്റി അടിച്ച് പാടാൻ എല്ലാ രോഗങ്ങളെയും കാഴ്ചവെച്ച് സമർപ്പിച്ച് കർത്താവേ
വിളിക്കുന്നു യേശുവേ. ഇരുകരങ്ങളും വിശ്വാസത്തോടെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ശിരസ് വയ്ക്കുകയും കണ്ണുകൾ തുറന്ന് തിരുവസ്വരൂപനായ യേശു നോക്കുക. ആത്മീയ ബന്ധനങ്ങൾ വിട്ടുപോകാൻ വേണ്ടിയും പ്രാർത്ഥന അഭിഷേകം വെളിപ്പെടാൻ വേണ്ടിയും പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വേണ്ടിയും തിന്മകൾ വിട്ടുപോകാൻ വേണ്ടിയും കുടുംബങ്ങൾ അനുഗ്രഹമായി മാറാൻ വേണ്ടിയും തടസ്സങ്ങൾ, സന്താന ഭാഗ്യമില്ല, വിവാഹ തടസ്സമുണ്ട്, ജോലി തടസ്സമുണ്ട്, ജോലി സ്ഥിരപ്പെടുന്നില്ല, വിദേശ ജോലി യാത്ര തടസ്സമുണ്ട്, വസ്തു വിൽപ്പന വാങ്ങ തടസ്സമുണ്ട്, സ്വന്തമായി ഭവനമില്ല, ദൈവമേൽ ഭവനം ഉണ്ടാകണം, ഭവന നിർമ്മാണ തടസ്സമുണ്ട്, ഒളിച്ചോടിയവർ പുറപ്പെട്ടു വരും മടങ്ങി വരണം, നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ കണ്ടുകെട്ടണം, കൊടുത്ത വസ്തു തിരികെ കെട്ടണം, കുടിവെള്ളം വഴി വിസ, ഇങ്ങനെ ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളിലേക്ക് കർത്താവ് കടന്നു വരാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ ഈ സമയം സാമ്പത്തിക മേഖലയും പ്രത്യേകമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവെ, സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ തടസ്സവും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സാമ്പത്തിക മേഖലയിൽ തടസ്സബന്ധനമുള്ള 3400ഓളം വ്യക്തികളെ കർത്താവിൻ്റെ ആത്മാവ് സ്പർശിക്കുന്നു. വിവാഹ തടസ്സമുള്ള 77 മക്കളെ കർത്താവ് സ്പർശിക്കുന്നു. വിദേശ ജോലി യാത്ര തടസ്സം 42 വ്യക്തികളെ കർത്താവിൻ്റെ ആത്മാവ് സ്പർശിക്കുന്നു. ജോലി സ്ഥിരപ്പെടാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന 77 ജീവിതങ്ങളെ കർത്താവിന്റെ ആത്മാവ് സ്പർശിക്കുന്നു. സ്വന്തമായൊരു വീടില്ല, ഒരു വീട് ലഭിക്കാൻ വേണ്ടി കണ്ണുനീരോടെ ഇരുകരങ്ങളെ ശിരസ് വെച്ച് ദൈവമേന ദൈവ സഹായം നേടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന 31 കുടുംബങ്ങളെ കർത്താവ് സ്വന്തമായ ഭവനം നൽകി സ്പർശിക്കുന്നു. വിദേശ യാത്ര തടസ്സമുള്ള 9 മക്കളെ കൂടി കർത്താവ് സ്പർശിക്കുന്നു. കുടുംബത്തിലെ അസ്വസ്ഥതയും കുടുംബത്തിൽ ഭിന്നതയും തകർന്നുപോയ കുടുംബജീവിതം 67 കുടുംബങ്ങളെയും ദമ്പതികളെയും കർത്താവിന്റെ ആത്മാവ് സ്പർശിക്കുന്നു. ശക്തമായ ചില തിന്മകൾക്ക് അടിമപ്പെട്ട് കഴിയുന്ന 132 വ്യക്തികളെ കർത്താവിന്റെ ആത്മാവ് സ്പർശിക്കുന്നു. ആത്മഗതി ചിന്തയുടെ 12 പേരെ കർത്താവിന്റെ ആത്മാവ് സ്പർശിക്കുന്നു. ആത്മീയ മേഖലയിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, ആത്മീയ അഭിഷേകം കിട്ടുന്നില്ല, വിടുതൽ കിട്ടുന്നില്ല, ആത്മീയമേൽ മരവ് അനുഭവപ്പെടുന്ന 860 ജീവിതങ്ങളെ കർത്താവിന്റെ ആത്മാവ് സ്പർശിക്കുന്നു. ദൈവമേ, ദൈവമേ, പിതാവേ, പരിശുദ്ധാത്മാവേ, യേശുനാമത്തെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വർഗ്ഗം തുറക്കണമേ. ദൈവമേ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വചനത്തെ അവിടുത്തെ കൽപ്പിച്ചുവല്ലോ. ഭൂമി കെട്ടുന്നത് സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കുക, ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗ്ഗത്തിൽ അടിക്കപ്പെട്ടിരിക്കുക. ദൈവമേ, വചനത്തെ വിശ്വസിച്ചുകൊണ്ട് അവിടുന്ന് നൽകിയ പൗരത്വത്തിന്റെ അധികാരവും അഭിഷേകം ഉപയോഗിച്ച് വൈദിക ഏക മനസ്സോടെ തിരുസഭയോട് ചേർന്ന്, ആർപ്പാത്തിയോട് ചേർന്ന്, സംഘത്തോട് ചേർന്ന്, സംഘത്തോട് ചേർന്ന്, രൂപതാധ്യക്ഷനോട് ചേർന്ന്, വൈദിക കൂട്ടായ്മയോട് ചേർന്ന്, ദൈവമേ, മാതാവിന്റെ അത്ഭുതമായ യാചിച്ചുകൊണ്ട് ദൈവമേ, പത്രോസിന്റെയും യൂദാസ്ലിഹായുടെയും പിതാവിന്റെയും മാർത്തോമാസ്ലിഹായുടെയും യൂദാസ്ലിഹായുടെയും ദൈവമേ, മിഖായേലിന്റെയും ഗബ്രിയേലിന്റെയും റഫേമാലാഖയുടെയും ആബൽമാലാഖയുടെയും അതിശക്തമായ യാചിച്ചുകൊണ്ട് ദൈവമേ, ഗീവറിയസിന്റെയും സദസ്യാനോസിന്റെയും അന്തോണിസിന്റെയും ഫ്രാൻസിസേവറിന്റെയും ജോസഫത്തുലങ്ങയുടെയും ദൈവമേ, അൽഫോൻസാമയുടെയും ഷാവറിയസിന്റെയും എഫ്രാസമയുടെയും മദത്തനേസയുടെയും മറിയന്ത്രേസയുടെയും പല വിശുദ്ധരുടെയും രക്തസാക്ഷികളെയും പാട്ടപ്പെട്ടവരുടെയും അതിശക്തമായ യാചിച്ചുകൊണ്ട് ദൈവമേ, ദൈവമേ, കാലങ്ങളായി വർഷങ്ങളായി സമൂഹത്തെയോ കുടുംബത്തെയോ ബന്ധിച്ചിട്ടിരിക്കുന്ന നൈസാചികമായ ശക്തികളെയോ അരൂപികളെയോ നാമത്തെയോ ബന്ധിക്കുന്നു. ദൈവമേ, സ്വർഗ്ഗം തുറക്കണമേ. ദൈവമേ, എഴുന്നള്ളി വരണമേ. ദൈവമേ, അഭിമാനത്തിന്റെ ലഹരിയുടെ മയക്കുമരുന്നിന്റെ വെറുപ്പിന്റെ അശുദ്ധിയുടെ കുട്ടുകളെയോ അരൂപികളെയോ നാമത്തെ
ബന്ധിക്കുന്നു. ദൈവമേ, പ്രാർത്ഥനയില്ല, ബഹുമാനിയില്ല, ദൈവപ്രാർത്ഥനയില്ല, ബലിയർപ്പണമില്ല, വചനവായനയില്ല, നിസ്സാരമില്ല, നോമ്പില്ല, ഉപവാസമില്ല, ആത്മീയ മേഖലയില്ല, ബന്ധനങ്ങളെയോ കുട്ടുകളെയോ നാമത്തെ ബന്ധിക്കുന്നു. ദൈവമേ, കുടുംബ പ്രശ്നങ്ങളെയോ കുടുംബ തകർച്ചകളെയോ നാമത്തെ ബന്ധിക്കുന്നു. ദൈവമേ, സന്താന ഭാഗ്യത്തിന്റെ, വിവാഹത്തിന്റെ, ജോലിമേഖലയുടെ, ജോലിസ്ഥിരതയുടെ, വിദേശ ജോലിയുടെ, വിദേശയാത്രയുടെ, ദൈവമേ, വസ്തുവിൽപ്പനയുടെ, വസ്തുവാങ്ങലിന്റെ, ഭവനമില്ലായ്മയുടെ, ഭവന നിർമ്മാണത്തിന്റെ, ഭവന വിൽപ്പനയുടെ, ദൈവമേ, ദൈവമേ, പുറപ്പെട്ടു പോയവ മടങ്ങി വരുവാനും, നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ കണ്ടുകിട്ടുവാനും, കൊടുത്ത വസ്തുക്കൾ തിരികെ കിട്ടുവാനുള്ള തടസ്സങ്ങളെയോ ബന്ധനങ്ങളെയോ ദൈവമേ, കുടിവെള്ളത്തിന്റെ, വഴിയുടെ, ദൈവമേ, വിസയുടെ തടസ്സങ്ങളെയോ നാമത്തെ ബന്ധിക്കുന്നു. ദൈവമേ, കടബാധ്യതയോ ഒത്തി നേരിടുന്ന കുടുംബങ്ങളെയോ നാമത്തെ ബന്ധിക്കുന്നു. ദൈവമേ, ബാങ്കിലോ ലഭിക്കുവാനും തിരിച്ചടയ്ക്കാനുള്ള തടസ്സബന്ധനങ്ങളെയോ ദൈവമേ, കാർഷിക മേഖലയുടെ, തൊഴിൽ മേഖലയുടെ, ജോലി മേഖലയുടെ, ഉദ്യോഗ മേഖലയുടെ തകർച്ചകളെയോ പരാജയങ്ങളെയോ ദൈവമേ, വളർത്തുമൃഗങ്ങൾ, വാഹനങ്ങൾ അനുഗ്രഹമായി മാറാത്ത വ്യക്തികളെയോ കുടുംബങ്ങളെയോ ദേശങ്ങളെയോ ഈ നിമിഷം ചിന്തിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈ നിമിഷം സംഭവിക്കട്ടെ, നാമത്തെ അർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി അടിച്ച്, കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം. കരങ്ങൾ ഉയർത്തി അടിച്ച് നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, സൗഖ്യം. യേശുവിൻ രക്തത്താൽ തിരുക്കുരിശിൽ ചുവടിൽ പാപവും രോഗവും മാറട്ടെ, ബന്ധനവും കെട്ടുകളും അഴിയട്ടെ. ഇരുകാരമയത്തിൽ വിളിക്കുന്നു യേശുവേ, ഈ സമയം ദൈവന്റെ പ്രദർശനമാണ്. എല്ലാ സെക്ടറിലും താഴെയുള്ള ഓഡിറ്റോറിയത്തിലെല്ലാം ഈശോയും കൊണ്ട് വരുന്ന സമയമാണ്. കർത്താവ് നമ്മെ പ്രത്യേകമായി അനുഗ്രഹിക്കുന്ന സമയമാണ്. കരങ്ങളടിച്ച് ഗാനം ആലപിച്ച് നമുക്ക് ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. ശക്തിയോടെ കരമടിച്ച്, ശിരമടിച്ച്, ശക്തിയോടെ ഇരുകാരമയത്തിൽ വിളിക്കുന്നു യേശുവേ, കരങ്ങളടിച്ച്, കരങ്ങളടിച്ച്. രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളും ഈശോ രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. കരങ്ങൾ ഉയർത്തി അടിച്ച് വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീ
സ്പർശിക്കുന്ന സമയം, നിയമം തൊടുന്ന സമയം. കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരം ഉയർത്തിയടിച്ചു, കരം ഉയർത്തിയടിച്ചു. കർത്താത്തടിക്ക് ചേർന്ന് പാടും. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടനും മുടന്തനും ചെകിടനുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടനും മുടന്തനും ചെകിടനുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ചേർന്ന് വിളിക്കുന്നു യേശുവേ, യേശുവേ, നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും